പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ അൽത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ആരാധനയുടെ തിരുമണിക്കൂറിൽ നിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ, അചഞ്ചലമായ കാരുണ്യത്താലും വിശ്വസ്തതയാലും ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല തമ്പുരാനെ, ഈ അൽത്താരയിൽ ഈ കൃപയുടെ സമയം ഞങ്ങൾ കൂടെ ആയിരിക്കുമ്പോൾ നിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ദൈവം സൗജന്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് അനന്തമായ സ്നേഹത്താൽ പ്രതി നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ആ വലിയ കരുണ നമ്മുടെ ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്ന സമയമാണിത്. ഇന്നത്തെ ദിവസം നമ്മുടെ ധ്യാന വിഷയമാക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. പ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോയുടെ പരസ്യ ജീവിതകാലം ആരംഭിക്കുമ്പോൾ താൻ ഏത് ഉദ്ദേശത്തോടെയോടെയാണോ ഈ ലോകത്തിലേക്ക് വന്നത് അത് കൃത്യമായും വെളിപ്പെടുത്തുന്ന ഈശോയെയാണ് നമ്മൾ സുവിശേഷത്തിൽ ധ്യാനിച്ചത്. ഈശോയുടെ നയം കൃത്യമായും ഈശോ വെളിപ്പെടുത്തുകയാണ്. അന്ധർക്ക് കാഴ്ചയും, ബന്ധിതർക്ക് മോചനവും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാനായി ദൈവപുത്രനായ ഈശോ ഈ ലോകത്തിലേക്ക് വന്നു. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ കൂടെയുള്ള ഒരു യാത്രയിൽ നമ്മൾ വചനത്തിലൂടെ നടക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓരോ നിമിഷവും എന്തുമാത്രം സന്തോഷവും സമാധാനവും താനായിരിക്കുന്നിടത്ത് വിതയ്ക്കാൻ പറ്റുമോ അത്രമാത്രം സന്തോഷം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. ഈശോയുടെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ആളുകൾ പല രീതിയിൽ സമൂഹപരമായ, കുടുംബപരമായൊക്കെ, അതുപോലെ തന്നെ മതപരമായിട്ടൊക്കെ ഒത്തിരിയേറെ ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയൊരു ആശ്വാസമായി, അതുപോലെ തന്നെ അധികാരത്തോടെയുള്ള ഈശോയുടെ ആ ഒരു സമീപനവും പ്രബോധനങ്ങളുമൊക്കെ അവർ ഒത്തിരിയേറെ ആഘോഷിച്ചു. അതിനേക്കാളുമൊക്കെ ഉപരിയായി എല്ലാവരും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ കാര്യമായിരുന്നു കർത്താവിൻ്റെ കരുണയോടെയുള്ള സമീപനം. അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, അതുപോലെ ബധിരർക്ക് കേൾവിയും, അതുപോലെ രോഗസൗഖ്യവും ഒക്കെ നൽകി ഈശോ ആ ഒരു ഇസ്രായേൽ ജനതയുടെ കൂടെയായിരുന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞ കാര്യം, ദൈവം ഇത്രമാത്രം ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നു. ദൈവം ഇത്രമാത്രം കരുണ കാണിച്ചിരിക്കുന്നു.
ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ദൈവം ഇത്രമാത്രം ഈശോയിലൂടെ കരുണ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരവരുടെ ജ്ഞാനത്തിലും വിജ്ഞാനത്തിലും അവരുടെ കഴിവിലുമൊക്കെ ഒത്തിരിയേറെ അഹങ്കരിച്ചിരുന്നവരാണ്. ഈശോ ചുങ്കക്കാരൻ്റെയും ഒരു നിയമജ്ഞ ഫരിസേയൻ്റെയും ഉപമ പറയുന്നുണ്ട്. നിയമജ്ഞൻ പറയുന്നു, ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപവസിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ലിസ്റ്റ്, നീണ്ട വിവരണങ്ങൾ നടത്തുകയാണ്. അതേ സമയത്ത് പാപിയായ ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് മുഖം ഉയർത്തി ദൈവത്തെ നോക്കുവാൻ പോലും മടി കാണിച്ചുകൊണ്ട്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോട് കനിയണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നടത്തുക. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ അടുക്കലേക്ക് ഒത്തിരിയേറെ ആളുകൾ രോഗസൗഖ്യത്തിനായിട്ട് വന്നു. ഈശോയുടെ നയപ്രഖ്യാപനമായിരുന്നു അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമൊക്കെ നൽകുക എന്നുള്ളത്. അതുകൊണ്ട് ഈശോയുടെ അടുക്കലേക്ക് വന്നവർക്കൊക്കെ അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഏക പ്രാർത്ഥന, കർത്താവേ, ഞങ്ങളുടെ മേൽ കനിയണമേ എന്നാണ്. സാധാരണക്കാരനായി അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നടക്കുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഈശോയുടെ അടുക്കലേക്ക് ഒത്തിരിയേറെ അന്ധയാചകർ വരുന്നുണ്ട്. ഒരു വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാത്തവരാണെങ്കിലും അവരും ഒരുപോലെ പ്രാർത്ഥിച്ച കാര്യം, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. നീണ്ട കട്ടിയുള്ള പുസ്തകത്തിലുള്ള എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകൾക്കും അപ്പുറത്ത് ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടിട്ട് പറയുന്ന കാര്യം ഇതാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും. ശതാധിപൻ പറയുന്നുണ്ട്, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ്, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. വലിയ വലിയ പ്രാർത്ഥനകളെക്കാളും ഉപരിയായി ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ള വിശ്വാസത്തോടെയുള്ള ഒന്ന് രണ്ട് വാക്കുകൾ, അതവരുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരസ്യ ജീവിതകാലം മുഴുവനും ആരോരുമില്ലാത്തവർക്ക് എല്ലാമായി തീരുവാനായിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു. ഈശോ കൊടുത്തൊരു ഏറ്റവും വലിയൊരു ഉറപ്പ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഭയപ്പെടേണ്ട. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതായിരുന്നു ഏറ്റവും വലിയ രക്ഷയുടെ സുവിശേഷം. ഈശോയുടെ കാലഘട്ടത്തിൽ എല്ലാവരും വിചാരിച്ചു, ഞങ്ങളെല്ലാവരാലും പരിത്യക്തരാണ്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും ഞങ്ങളെ ഉപേക്ഷിച്ചു, ഞങ്ങളുടെ നാട്ടുകാരുപേക്ഷിച്ചു, ഞങ്ങളുടെ കൂട്ടുകാരുപേക്ഷിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഈശോ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്നത്, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല മകനെ, മകളെ. ദൈവം നിന്നെ എത്ര അധികമായിട്ട് സ്നേഹിക്കുന്നു. അതായിരുന്നു അവർക്ക് ലഭിച്ച ആ വലിയ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ സുവിശേഷത്തിൻ്റെ മറ്റൊരു പേരാണ് ദൈവത്തിൻ്റെ കരുണ. യേശുക്രിസ്തുവിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലഭിച്ച ആ കരുണ, അത് നമ്മൾ അതിന് ആ ഒരു വലിയ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലും അനുഭവവേദ്യമാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ കണ്ട് സഹായിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ്ലീഹായുടെ ലേഖനം, കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനഭാഗത്ത് പൗലോസ്ലീഹ പറയുന്നതാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വലിയ വിജ്ഞാനത്തെക്കുറിച്ചൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പ്രഘോഷിച്ചത് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തുവായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയെക്കുറിച്ചും ആ ഒരു വലിയ സന്തോഷത്തെക്കുറിച്ചുമാണ് അവർ പ്രഘോഷിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഞെരുക്കപ്പെടുന്ന സാഹചര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുവാനും മറ്റുള്ളവരുടെ ഞെരുക്കങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലുമൊക്കെ നമുക്കും ക്രിസ്തുവിൻ്റെ മുഖങ്ങളായിട്ട്, കരുണയുടെ മുഖങ്ങളായിട്ട് മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ,
വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, എല്ലാവരും ലോകത്തിലുള്ള സകല ജനതകളും നിൻ്റെ കാരുണ്യം തിരിച്ചറിയുവാനും നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനും കർത്താവേ ബോധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ കർത്താവേ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും